നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റു. സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ്. ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പാഞ്ഞുകയറി അപകടം. ഒഴിവായത് വൻ ദുരന്തം. പറപ്പൂക്കര LP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി മുതൽ പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് നൽകും. ഇരിഞ്ഞാലക്കുട ഉപജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായി പറപ്പൂക്കര. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ കുഴികൾ നിറഞ്ഞത് യാത്രക്കാർക്ക് ദുരിതമായി. കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് കുഴികൾ നിറഞ്ഞിട്ടുള്ളത്. കല്ലൂർ കിഴക്കേപ്പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 2ാം ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. 30 രൂപയ്ക്ക് ഊണ് നൽകിയാണ് തൊട്ടിപ്പാളിൽ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. വാർത്തകൾ വിശദമായി. സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റു. സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ്. സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മുഖ്യ കാർമ്മികനായി. മെത്രാന്മാരും രൂപതാ പ്രതിനിധികളും സന്യാസ സഭാ സുപ്പീരിയർമാരും ഉൾപ്പെടെ ചെറിയൊരു സദസ്സ് മാത്രമാണ് സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പാഞ്ഞുകയറി അപകടം. ഒഴിവായത് വൻ ദുരന്തം. 2 ഓട്ടോയിലും വൈദ്യുതി പോസ്റ്റുകളിലും ഇടിച്ചാണ് കാർ നിന്നത്. കാർ വരുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാർ ഓടി മാറിയത് മൂലം വൻ അപകടം ഒഴിവായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന കാറിന്റെ പുറകിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വരന്തരപ്പള്ളി റോഡിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ സമയത്ത് വഴിയാത്രക്കാർ ഇല്ലാതിരുന്നതും വലിയ അപകടം ഒഴിവായി. 2 ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 2 വൈദ്യുതി പോസ്റ്റ് ചെരിഞ്ഞ നിലയിലാണ്. മരോട്ടിച്ചാൽ സ്വദേശി സതീഷ് സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. പറപ്പൂക്കര LP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി മുതൽ പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് നൽകും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് LP സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നത്. ഇരിങ്ങാലക്കുട ഉപജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ആദ്യത്തെ പഞ്ചായത്തായി പറപ്പൂക്കര. ആദ്യഘട്ടത്തിൽ 1.15 ലക്ഷം രൂപ ചെലവിൽ കുടുംബശ്രീയുടെ സഹായത്തോടെയാണ് ഭക്ഷണം വിതരണം ചെയ്യുക. പ്രഭാത ഭക്ഷണം നൽകുന്നതിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NM പുഷ്പാകരൻ, KC പ്രദീപ്, ബീന സുരേന്ദ്രൻ, MK ശൈലജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത തിലകൻ, സത്യപാലൻ, മഹേഷ് കുമാർ, PTA പ്രസിഡന്റ് UK മിനി എന്നിവർ പ്രസംഗിച്ചു. ഒരു ജനകീയ ഹോട്ടൽ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ ചിലയിടങ്ങളിൽ പ്രയാസപ്പെടുന്ന സാഹചര്യമുള്ളപ്പോൾ ഇവിടെ 2 ജനകീയ ഹോട്ടൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. 2ാമത്തെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ കുഴികൾ നിറഞ്ഞത് യാത്രക്കാർക്ക് ദുരിതമായി. കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് കുഴികൾ നിറഞ്ഞിട്ടുള്ളത്. കൊടുങ്ങ പാലം, വെള്ളിക്കുളങ്ങര വായനശാല, ബസ് സ്റ്റാൻഡ്, സർക്കാർ സ്കൂൾ എന്നിവയുടെ പരിസരങ്ങളിലാണ് റോഡിൽ പരക്കെ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. മഴ പെയ്താൽ കൊടുങ്ങ പാലത്തിനു സമീപം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് ഇവിടെ റോഡ് തകരാൻ ഇടയാക്കുന്നത്. വശങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകൾ ഉണ്ടെങ്കിലും പുല്ലും മണ്ണും മൂടി ഈ ചാലുകൾ അടഞ്ഞുപോയ നിലയിലാണ്. ഇതുമൂലം മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുകയാണ്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തും ഇതുതന്നെയാണ് അവസ്ഥ. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായി മാറുന്നത്. മലയോര ഹൈവേ വരുന്നതോടെ ഇവിടുത്തെ ദുരിതം പരിഹരിക്കപ്പെടുമെന്നാണ് റോഡിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടിക്കുന്നവരോട് അധികൃതർ നൽകുന്ന മറുപടി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിന്റെ 3ാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി
കോടാലി അന്നംപാടം ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ വരെ റോഡ് വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് നടത്തുമ്പോൾ കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥയും പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ വെള്ളിക്കുളങ്ങര വഴിയുള്ള മലയോര ഹൈവേ നിർമ്മാണവും കോടാലി മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡ് നവീകരണവും അനിശ്ചിതമായി വൈകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കലൂർ കിഴക്കേപ്പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ അൽജോ കുന്നൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലോറൻസ് തൈക്കാട്ടിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. വർണ്ണക്കാഴ്ചയും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ വർഗീസ് തരകൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് തുണ്ടത്തിൽ, തിരുനാൾ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 19 തിരുനാൾ 8ാം ഇടം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 2ാം ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിശപ്പ് രഹിത കേരളം പദ്ധതിക്ക് പുത്തൻ ഊർജം നൽകുന്ന ജനകീയ ഹോട്ടലിൽ 30 രൂപയ്ക്ക് മനം നിറയുന്ന ഊണ് നൽകിയാണ് തൊട്ടിപ്പാളിൽ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. ശ്രീതിലകം കുടുംബശ്രീ യൂണിറ്റാണ് ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനം നയിക്കുന്നത്. നിലവിലുള്ള കുടുംബശ്രീ ജനകീയ ഹോട്ടൽ നന്ദിക്കര പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിലാണ് പ്രവർത്തിക്കുന്നത്. CDS കുടുംബശ്രീ അംഗങ്ങളായ 4 വനിതകളാണ് ഹോട്ടൽ പ്രവർത്തിപ്പിക്കുന്നത്. പ്രവർത്തനം 3 വർഷം പിന്നിട്ടപ്പോൾ തന്നെ പഞ്ചായത്ത് ഒരു 2ാം ഹോട്ടലിന്റെ സാധ്യതകൾ ആലോചിച്ചു തുടങ്ങിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സരിത തിലകൻ, വാർഡംഗം ഐശ്വര്യ അനീഷ് എന്നിവർ പ്രസംഗിച്ചു. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിന് വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച കമ്പ്യൂട്ടർ, UPS എന്നിവയുടെ വിതരണം നടത്തി. വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക VA ശ്രീജയ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റോസ്ലി തോമസ്, PTA പ്രസിഡന്റ് PP ആൻഡ്രു, PTA വൈസ് പ്രസിഡന്റ് ഷിജി ഷാജി, OSO പ്രസിഡന്റ് KB പുരുഷോത്തമൻ, സ്റ്റാഫ് പ്രതിനിധി A സവിത എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മുരിയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ബ്ലോക്ക് സെക്രട്ടറി MN രമേശ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ്, നിയോജക മണ്ഡലം സെക്രട്ടറി എബിൻ ജോൺ, മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിപിൻ വെള്ളയത്ത്, റിജോൺ ജോൺസൺ, അമൽജിത്ത്, ശ്രീജിത്ത് പട്ടത്ത്, മുൻ മണ്ഡലം പ്രസിഡന്റ് IR ജെയിംസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ്, ജോമി ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ K വൃന്ദകുമാരി, നിത അർജുനൻ, ബൂത്ത് പ്രസിഡന്റുമാരായ ജിൻഡോ ഇല്ലിക്കൽ, ദിനേശ് തെക്കേക്കര, കമ്മിറ്റി അംഗങ്ങളായ രാമകൃഷ്ണൻ പാലക്കാട്ട്, ശാലിനി ഉണ്ണികൃഷ്ണൻ, സതി പ്രസന്നൻ, ലിജോ മഞ്ഞളി, KK മധു, ദേവരാജൻ എന്നിവർ നേതൃത്വം നൽകി. സമഗ്ര ശിക്ഷ കേരളം കൊടകര BRCയുടെ നേതൃത്വത്തിൽ സർക്കാർ വിദ്യാലയങ്ങളിലെ UP വിദ്യാർത്ഥികൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലന പരിപാടിക്ക് ലൂർദുപുരം ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കം കുറിച്ചു. കൊടകര BPC BB സിന്ധു ഉദ്ഘാടനം ചെയ്തു. ഡെൻസി അർഫാൻ വിദ്യാർത്ഥിനികൾക്ക് സ്വയം പ്രതിരോധത്തിന്റെ ബാലപാഠങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പരിശീലനത്തിന് തുടക്കം കുറിച്ചു. പ്രധാന അധ്യാപിക റിൻസി ജോൺ, CRC സൗമ്യ, അധ്യാപിക ഡെല്ല ജോയ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമായി ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനിംഗ് നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സീനിയർ ഫയർ ഓഫീസർ മുരളി, ഓഫീസർമാരായ അമൽജിത്ത്, രമേശ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജീവിതത്തിലെ പല അപകടങ്ങളും ഒഴിവാക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നും അപകടത്തിൽ പെടുന്നവരെ ഏതു രീതിയിൽ രക്ഷിക്കണമെന്നും ഡെമോയിലൂടെ കാണിച്ചു കൊടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽ, കൊടകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K ബിന്ദു, ഹരിതകർമ്മസേന പ്രസിഡന്റ് ശാരി, ഹരിതകർമ്മസേന കോർഡിനേറ്റർമാരായ മഞ്ജു വിശ്വനാഥ്, ഹഫ്സ ഷാജഹാൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായി. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിഷ്യൻ സംസ്ഥാൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതിയായ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ കോഴ്സിന്റെ ഉദ്ഘാടനം നടന്നു. ആമ്പല്ലൂരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലയ്ക്കൽ നിർവഹിച്ചു. ജൻ ശിഷ്യൻ സംസ്ഥാൻ പ്രോഗ്രാം സ്റ്റാഫ് സഖി അധ്യക്ഷത വഹിച്ചു. കോഴ്സിനാവശ്യമായ ഫ്രൂട്ട്സുകൾ ലയൺസ് ക്ലബ് അംഗങ്ങളായ മോഹന, സെൻസി, മോഹനൻ എന്നിവർ അധ്യാപികയായ സത്യ സദാനന്ദൻ, സ്ഥാപനത്തിന്റെ മാനേജർ സതി എന്നിവർക്ക് കൈമാറി.
അയ്യന്തോൾ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് കുമാർ, ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ കെ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, ലയൺസ് ക്ലബ് അംഗങ്ങളായ ധർമ്മൻ രാജ്, യുജിൻ, ഗേൾസ് ടെക്നിക്കൽ സ്കൂൾ മാനേജർ സതി എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വെള്ളിയാഴ്ച രാവിലെ 9:30 നടത്തും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൻ ജോസ് കോനിക്കര ഉദ്ഘാടനം നിർവഹിക്കും. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. സംഗീത സംവിധായകൻ PJ ബേണി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കും. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും ചടങ്ങിൽ ഉണ്ടായിരിക്കും. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ 79ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പും വെള്ളിയാഴ്ച നടത്തും. രാവിലെ 11 മണിക്ക് നടക്കുന്ന പരിപാടി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കെ രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ PV പോളി, അനധ്യാപകൻ കെ ഫ്രാൻസിസ് എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിക്കും. ശിവഗിരി മഠത്തിലെ അവസാന മഠാധിപതിയുമായിരുന്ന ശങ്കരാനന്ദ സ്വാമികളുടെ സമാധി ദിനാചരണം വെള്ളിയാഴ്ച രാവിലെ 10:30 പുതുക്കാട് വടക്കേ തുറവിലെ സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ശ്രീ ശങ്കരാലയ മഠത്തിൽ വെച്ച് നടത്തും. സുബ്രഹ്മണ്യ ക്ഷേത്ര സമിതി, കോമത്തുകാട്ടിൽ കുടുംബ ട്രസ്റ്റ്, SNDP യോഗം പുതുക്കാട് യൂണിയൻ, തൃശൂർ ജില്ലാ ഗുരുധർമ്മ സഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടത്തുന്നത്. കൊടാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പ്രധാന പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ KT യാക്കോബ് കൊടിയേറ്റം നിർവഹിച്ചു. ട്രസ്റ്റി സാജു വർഗീസ് നാരേക്കാട്ട്, സെക്രട്ടറി LB പത്രോസ് വലിയപറമ്പിൽ, ജോർജ് വർക്കി മലയക്കുടിയിൽ, ആഘോഷ കമ്മിറ്റി കൺവീനർ ജോൺ വട്ടക്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 13, 14, 15 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 100ാം വർഷ തിരുനാൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 കുർബാന, പ്രസുതേന്തി വാഴ്ച തുടങ്ങി തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികനാകും. തുടർന്ന് ദീപാലങ്കാരം, ശിച്ചോൺ കർമ്മം DYSP TS സിനോജ് നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ 7:15 കൂടുതുറക്കൽ ശുശ്രൂഷ, കുർബാന, നൊവേന, അമ്പുവെഞ്ചിരിപ്പ് തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഡെന്നി താണിക്കൽ കാർമ്മികനാകും. 8:30 മുതൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടക്കും. പകൽ അമ്പെഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6:30 മറ്റ് എഴുന്നള്ളിപ്പുകൾ രാത്രി 10 പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനമായ ഞായർ രാവിലെ 10 ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനാകും. ഫാദർ സൈജോ തൈക്കാട്ടിൽ സന്ദേശം നൽകും. വൈകിട്ട് 3:30 കുർബാന, 4:30 പ്രദർശനം, 7 സമാപനത്തിന് ശേഷം വർണ്ണമഴ. തിങ്കൾ രാവിലെ 7 പൂർവിക സ്മരണാഞ്ജലി, വൈകിട്ട് 6 സ്നേഹസംഗമം, 6:30 ഗാനമേളയും ഉണ്ടായിരിക്കും. കേരള സ്കൂൾ കലാമേളയിൽ കാവ്യക്കേളിയിൽ B ഗ്രേഡ് നേടി കൊടകര സ്വദേശിനി മൈഥിലി ബൈജു. അത്താണി JMJ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയും കൊടകര കുന്നത്തേരി വീട്ടിൽ ബൈജുവിന്റെയും സരസ്വതിയുടെയും മകളുമാണ്. കാലാവസ്ഥ: കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മറ്റത്തൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള 2 മെഡിക്കൽ ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ യോഗ്യതയുള്ളവരെന്ന് അപേക്ഷ ക്ഷണിച്ചു. MBBS-ഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ അപേക്ഷ, സർട്ടിഫിക്കറ്റ്, ഡിഗ്രി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 15-ന് 2 മണിക്ക് മുമ്പായി ലഭിക്കുന്ന രീതിയിൽ സൂപ്രണ്ട്, മറ്റത്തൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, പാഡി PO 680699 എന്ന വിലാസത്തിലോ chcmattattur@gmail.com ഇമെയിൽ വിലാസത്തിലോ അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447669681. മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് ഡിപ്ലോമ, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ തുടങ്ങിയ കോഴ്സിൽ അഡ്മിഷൻ തുടരുന്നു. കോഴ്സ് ദൈർഘ്യം 1 വർഷം. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ജനുവരി 20-ന് മുമ്പായി നേരിട്ട് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ: മൊബൈൽ 9072924224, ലാൻഡ് ലൈൻ 0487242900. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 5760 രൂപ, പവന് 46,080 രൂപ. പുതുക്കാട് മാളിയേക്കൽ പൗലോസ് ഭാര്യ മാർഗലീത്ത അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റാഫി, ഡെന്നി, ഷെർലി, മോളി എന്നിവർ മക്കളും. മേരി, ബീന, ജിമ്മി, പരേതനായ ബാബു എന്നിവർ മരുമക്കളുമാണ്. അളകപ്പനഗർ പച്ചളിപ്പുറം കുഴുപ്പുള്ളി ജാനകി അന്തരിച്ചു.
95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മാധവനാണ് ഭർത്താവ്. ചന്ദ്രൻ, സദാനന്ദൻ, മോഹനൻ, പരേതനായ അശോകൻ എന്നിവർ മക്കളും. സരസ്വതി, സുഭദ്ര, നളിനി, പരേതയായ ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റു. സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ്. ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പാഞ്ഞുകയറി അപകടം. ഒഴിവായത് വൻ ദുരന്തം. പറപ്പൂക്കര LP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി മുതൽ പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് നൽകും. ഇരിഞ്ഞാലക്കുട ഉപജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായി പറപ്പൂക്കര. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളിലെ 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ കുഴികൾ നിറഞ്ഞത് യാത്രക്കാർക്ക് ദുരിതമായി. കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് കുഴികൾ നിറഞ്ഞിട്ടുള്ളത്. കല്ലൂർ കിഴക്കേ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 2ാം ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. 30 രൂപയ്ക്ക് ഊണ് നൽകിയാണ് തൊട്ടിപ്പാളിൽ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.